ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത് ഓപ്പോ എന്ന കമ്പനി പുറത്തിറക്കുന്ന ഓപ്പോയുടെ ഒരു ലേറ്റസ്റ്റ് മൊബൈൽ ഫോണിനെ കുറിച്ചാണ്. ഓപ്പോയുടെ A7 എന്നുള്ള ഒരു ഫോണ്. അതായത് പല കമ്പനികളും ഒരുപാട് ഫോണുകൾ നമ്മുടെ ഇതിലേക്ക് ഇറക്കുമ്പോൾ അതിന് മത്സരിക്കാനായിട്ട് ഓരോരോ കമ്പനികൾ വ്യത്യസ്ത തരത്തിലുള്ള ഫോണുകളും ഫീച്ചറുകളുമുള്ള ഒരു ഫോണുകളാണ് ഇറക്കുന്നത്. അപ്പോൾ ഏതായാലും തുച്ഛമായ വിലക്ക് ഒരുപാട് ഫീച്ചറുകളുള്ള ഫോണുകൾ ആണ് പല കമ്പനികളും ഇറക്കുന്നത്. ഏതായാലും നമ്മളിന്ന് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്ന ഈ ഒരു ഫോണിൻ്റെ വില 16,990 രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ വില. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫോണിൻ്റെ അടുത്തുള്ള ക്യാമറ ഫീച്ചറുകൾ എല്ലാം നമ്മൾ വൺ ബൈ ആയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോണ്, ഓപ്പോ A7 എന്നുള്ളൊരു ഫോണ്. ഇത് ബോക്സിനകത്ത് അടിപൊളിയായിട്ട് നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മളിന്ന് ഈ ഒരു വീഡിയോ മാക്സിമം ചുരുക്കമുണ്ട്, കാരണം നമ്മൾ ഫോണിൻ്റെ കാര്യങ്ങൾ മാത്രമേ നമ്മളിന്ന് പറയുന്നുള്ളൂ. മറ്റൊരു കാര്യം, ഈ ഒരു ഫോണിൻ്റെ വില 16,990 രൂപയാണ്. കാരണം അത്രയ്ക്കും വിലയ്ക്ക് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഇതിൻ്റെ ബാക്കിനകത്തുള്ള ഡിസൈനിങ്ങും ബോഡി ഡയമെൻഷനൊക്കെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു രൂപയ്ക്ക് നമുക്ക് മുതലാവുന്ന ഒരു രീതി തന്നെയാണ്. ഓക്കെ, നമുക്ക് ഏതായാലും ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്ത് നോക്കാം. ഒന്ന് ജസ്റ്റ് പൊട്ടിച്ചതാണ് ഓൾറെഡി, പക്ഷേ എന്നാൽ പോലും ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി ബോക്സിനകത്തുള്ള കാര്യങ്ങളൊക്കെ എന്തെന്ന് നോക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ ഒരു ഓപ്ഷൻ ഇത് കാണാൻ കഴിക്കും. അതിനകത്ത് ഒരു പൗച്ചുമുണ്ട്, പിന്നെ ഒരു ഓപ്പോ എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു യൂസർ മാനുവലും വാറൻറ്റി കാർഡും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഏതായാലും അതൊന്നും ആവശ്യമില്ല, അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഫോൺ എടുത്ത് ബോക്സിനകത്ത് എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. ഫോൺ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബോക്സിനകത്ത് ഒരു USB മോഡിൽ ചാർജും പിന്നെ അതിൻ്റെ ഒരു കേബിളും അഡാപ്റ്റർ അതും ആണ് നമുക്ക് ബോക്സിനകത്തുള്ളത്. അത് ഏതായാലും നമുക്കതൊന്നും വിശദമായിട്ട് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ഏതായാലും അങ്ങോട്ട് മാറ്റി വെക്കാം. കണ്ടോ, ഫോണിൻ്റെ ഇതിൻ്റെ ബാക്ക് കണ്ടാൽ തന്നെ ഒരു ഗ്ലാഡിയൻ ഡിസൈനിങ് ആണ്. കാരണം എനിക്ക് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ട, കാരണം ഒരു എന്താ പറയുക, നമ്മൾ ഈ ഒരു റേഞ്ചിന് കൊടുക്കുന്നത് മുതലാകും, അത് ഉറപ്പാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിതിൻ്റെ ഡിസ്പ്ലേ സൈസ് പരിശോധിക്കാം. 6.2, അതായത് 15.75 സെൻറ്റിമീറ്റർ HD IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് വരുന്നത്. ബാക്കിൽ 2 ക്യാമറ വരുന്നുണ്ട്, ഒരു LED ഫേഷും, അതായത് 13 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയും പിന്നെ 2.2 പ്രൈമറി ക്യാമറയും ആൻഡ് 2.4 ഒരു സെക്കൻഡറി ക്യാമറയുമാണ് ബാക്കിന് വരുന്നത്. പിന്നെ മുന്നിൽ 16 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയും മുന്നിൽ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ സ്നാപ്ഡ്രാഗണിൻ്റെ 450 ഒരു ചിപ്സെറ്റാണ് ഈ ഒരു ഫോണിനകത്ത് അടിച്ചിട്ട് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4230 mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഫോണിന് മറ്റൊരു കാര്യം, 4GB റാമാണ് ഈ ഒരു ഫോണിനകത്ത് നമുക്ക് വരുന്നത്. ഓക്കെ, പിന്നെ 64GB ഇന്റേണൽ സ്റ്റോറേജുമാണ് ഈ ഒരു ഫോണിനകത്ത് വരുന്നത്. ഇനി നമുക്ക് 64GB നമുക്ക് പോരാ എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പല ആൾക്കാരും പല സ്റ്റോറേജും ഒരുപാട് കാര്യങ്ങൾ ഫോണിൽ സേവ് ചെയ്ത് വെക്കണം. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ അഡീഷണലായിട്ട് നമുക്ക് 256GB വരെ STD കാർഡ് ഇട്ട് നമുക്ക് കൂട്ടാനായിട്ട് പറ്റും എന്നാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ബോഡി ഡയമെൻഷൻ ഒന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 75x158x 8.4 mm ആണ് ഈ ഒരു ഫോണിൻ്റെ അകത്തെ ബോഡി ഡയമെൻഷൻ എന്ന് പറയുന്നത്. പിന്നെ പ്രോസസ്സർ വരുന്നത് ഓക്കെ മീഡിയടെക്കിൻ്റെ Helio P23 ആണ് ഈ ഒരു ഫോണിനകത്തുള്ള പ്രോസസ്സർ. ഇനി നമ്മൾ ഈ ഒരു ഫോണിൻ്റെ ക്യാമറയെക്കുറിച്ച് ഇനി നമ്മൾ ഈ ചാനലിൽ കൂടെ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന എല്ലാ ഫോണിൻ്റെ ക്യാമറയെക്കുറിച്ച് മാത്രം നമ്മളൊരു സ്പെഷ്യലായിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അത് എന്നോട് ഒരുപാട് പേര് സുഹൃത്തുക്കൾ ചോദിച്ചതാണ്. ബാക്ക് ക്യാമറ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സെൽഫി ഭ്രാന്തന്മാരുടെയൊക്കെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ സെൽഫി എടുക്കുന്നവർക്കും വീഡിയോ എടുക്കുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ്. നമ്മൾ സൂം ചെയ്താൽ ഇപ്പോൾ ഒരു കുറച്ച് ബാക്കിലുള്ള സാധനം സൂം ചെയ്താൽ നമുക്കത് വായിക്കാനൊക്കെ പറ്റും. കണ്ട അവിടെ കിടക്കുന്നൊരു ബോക്സ് ഞാൻ സൂം ചെയ്തെടുത്തിട്ടും നമുക്ക് ഈ ഒരു ഫോണിനകത്ത് കൂടി നമുക്കത് വായിക്കാനായിട്ട് പറ്റും. ക്യാമറ സെറ്റിങ്സിൻ്റെയൊക്കെ അവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഓരോരോ മോഡിലും ഇട്ടുകൊണ്ട് നമുക്ക് ബെസ്റ്റായിട്ടുള്ള ഫോട്ടോസും ഹൈ ക്വാളിറ്റി പെർഫോമൻസ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ സ്ക്രീന് ഫുൾ HD ഉണ്ട്, ഫുൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇനി നമ്മൾ ഫ്രണ്ട് ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ ഫ്രണ്ട് ക്യാമറ നല്ലൊരു ക്ലാരിറ്റി തന്നെയാണ്. കാരണം ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഫോണിനകത്ത് എടുക്കാം. ഇപ്പോൾ ഉള്ള ഫോണിനകത്തൊക്കെ ഏകദേശം അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും, പക്ഷേ അതൊരു എന്താ പറയുക ഒരു മുന്നേറ്റമായിട്ട് എനിക്ക് തോന്നി. നമ്മൾ എടുത്ത ഫോട്ടോസ് എത്ര സൂം ചെയ്താലും, സാധാരണ നമ്മൾ ഫോണിലൊക്കെ എടുത്ത ഫോട്ടോസ് സൂം ചെയ്തൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ക്ലാരിറ്റി കുറഞ്ഞ് അല്ലെങ്കിൽ
ലോക്കലായി പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നമൊന്നും ഈ ഒരു ഫോണിനകത്ത് എനിക്ക് കണ്ടിട്ടില്ല. ഓക്കെ, ഇനി ഇതിൻ്റെ ഗ്രാം 168 ഗ്രാമാണ്. അതായത് 168 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. നമുക്ക് കയ്യിലൊതുങ്ങാവുന്നതും ഫോൺ കീശയിലൊക്കെ ഇട്ടാൽ, അതായത് നമ്മൾ എവിടെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഒരു പെർഫെക്റ്റായിട്ട് തോന്നുന്ന ഒരു ഫോൺ തന്നെയാണ് ഈ ഒരു ഫോൺ. അപ്പോൾ ഈ ഒരു ഫോണിനെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാകണം എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഫോൺ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സഫ മൊബൈൽസുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ കൂടുതലായിട്ടും പറയുന്നില്ല, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ഇനിയും ഒരുപാടുള്ള ഫോണുകളുമായിട്ട് നമുക്ക് റിവ്യൂ ചെയ്ത് വീണ്ടും ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.